ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു സന്തോഷ ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പഠിഞ്ഞിരിക്കണം. ഈലൊക്കെ ഇടലൊക്കെ കുറവാണ്. ഒരു ഒരു അടിച്ചുപൊളി ലൈഫൊക്കെ അങ്ങനെ കുറച്ച് വെച്ചൊക്കെയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഗൈസ്. അതെന്താണെന്നല്ലേ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂജു സ്റ്റാർ വേൾഡ് എന്നാണ് കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട്, ഹോളി കോൾസ് വിശുദ്ധ വിളി. അത് നമ്മളറിഞ്ഞ ദൈവത്തിനെ കൊടുക്കുന്ന ഒരു ചാനലാണ്. നമ്മളറിഞ്ഞ കുറേ ആത്മീയ കാര്യങ്ങളാണ് കേട്ടോ അതിൽ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായ വീട്, യാത്ര, ജോലി അതൊക്കെ കൂടിയുള്ളതാണ്. മറ്റേത് നമ്മളുടെ ഒരു ആത്മീയ യാത്രയാണ്. അപ്പോൾ രണ്ട് ചാനലും ഹോളി കോൾസും കൂജു സ്റ്റാർ വേൾഡും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒന്ന് ബെല്ലൈക്കൺ കൊടുത്തിട്ട് സൈഡിലൊരു ബെല്ലൈക്കൺ കൊടുക്കുമ്പോൾ കുറച്ച് ഓപ്ഷൻ വരും. അതിൽ ഓൾ സെലക്ട് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ. പക്ഷെ അതൊക്കെ ക്ഷമിച്ച് എൻ്റെ വീഡിയോ കാണും എന്ന് വിചാരിക്കുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടുമോ. അപ്പോൾ ഇന്നത്തെ സന്തോഷം എന്താണെന്ന് ആദ്യം തന്നെ ഞാനത് പറയട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നമ്മൾ ശരിക്കും നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാനുള്ള വലിയ സംവിധാനമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ലൈഫ് അങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ പറയുമ്പോൾ അതിനെ കൂടിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മുടെ ലൈഫ് സ്റ്റോറി തുടരാൻ പോകുന്നുണ്ട് കേട്ടോ. ലൈഫ് സ്റ്റോറി ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് ജീവിച്ചിരുന്നിട്ട്. കാരണം നമ്മളൊക്കെ ഇവിടെ നിന്ന് കടന്നു പോകും. നമ്മുടെ മക്കൾക്ക് നാളെ കാണാമല്ലോ നമ്മുടെ ലൈഫ് സ്റ്റോറിയൊക്കെ ഇങ്ങനെ പറഞ്ഞതും കുറേ സത്യങ്ങളും കുറേ പറയേണ്ടതായ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് എൻ്റെ ലൈഫ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാനത് വീണ്ടും ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് തന്നെ അത് തുടരുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വ്ളോഗ്, യാത്രാ വ്ളോഗൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാനിടയ്ക്ക് മോഹൻലാൽ വീഡിയോ ആയിട്ടും തോന്നിയ കോമഡി, വലിച്ച കോമഡിയൊക്കെ ആയിട്ട് വരുമ്പോഴും നിങ്ങൾ കാണാറുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് നാടിലെ വിശേഷങ്ങളും. ഇപ്പം ഞാൻ താമസിക്കുന്നത് ഒരു തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഈ നാടിൻ്റെ കുറവുകളും കൂടുതലുകളും നമ്മൾ അനുഭവിച്ച കുറച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, നമ്മുടെ ജീവിതത്തിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ റെൻ്റ് ഹൗസിലാണ്. അപ്പം അതിൻ്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. മുന്നും അങ്ങനെ ആയിരുന്നു. പക്ഷെ അതെൻ്റെ നാടായിരുന്നു, ഇതെൻ്റെ നാടല്ല. ഞാനിവിടെ വരുത്തരാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് വിഷമങ്ങളൊക്കെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു അനുഭവങ്ങളാണ്. ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോ അനുഭവങ്ങളാണ്. നമ്മുടെ മനസ്സിൽ കുറച്ച് പാഠങ്ങൾ തന്ന മുറിവുകളാണ്. അപ്പം അങ്ങനെ മുറിവുകൾ തന്ന പാഠങ്ങളാണ്, അങ്ങനെയല്ലേ ശരി. അപ്പം അങ്ങനെ. അപ്പോൾ എങ്ങനെയെങ്കിലും ആവട്ടെ. അപ്പോൾ സാഗൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഞാൻ ഫാഷൻ ഡിസൈനറും ആണ്, ബ്യൂട്ടീഷ്യനും ആണ്. എന്നെ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൗൺസിലിംഗ് കോഴ്സൊക്കെ പഠിച്ചായിരുന്നു. കൗൺസിലിംഗ് ഒക്കെ കൊടുക്കും. പണ്ട് സ്പിരിച്വൽ കൗൺസിലിംഗ് ചെയ്തിരുന്നു. ഡിവൈനിലായിരുന്നു കുറച്ച് നാൾ, പ്രാർത്ഥനയൊക്കെ ഉള്ളൊരു കാലം. ആ സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് അനുഭവിച്ച ഒരു കാലഘട്ടമാണ് ഇപ്പോഴും അതെ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ പറയണത്. അപ്പോൾ നിങ്ങളത് കയറി കണ്ടു നോക്കണം കേട്ടോ. നമ്മൾക്ക് സത്യമുള്ള കാര്യങ്ങൾ അതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ജസ്റ്റ് കളർഫുള്ളായിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ ഇടുന്നുള്ളൂ. ഇതെല്ലാം കടന്നു പോവും. അവസാനം അതേ ഉണ്ടാവുള്ളൂ. അതായത് ആത്മീയത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ സന്തോഷം, മനുഷ്യനായതുകൊണ്ട് ഈ ബോഡി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ചിരിക്കാനും കരയാനും സങ്കടപ്പെടാനും പരാതിപ്പെടാനും ഒക്കെ നമുക്ക് പറ്റും. നമുക്ക് അതിനുള്ള വികാരങ്ങളോടുകൂടിയാണ് നമ്മളെ സൃഷ്ടിച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടി ചേർന്നൊരു, അതെല്ലാം നിങ്ങളോട് പറയുന്ന ഒരു ചാനലാണ് കേട്ടോ. നിങ്ങൾക്ക് ഗുണമുള്ളതുണ്ടാവാം. ജസ്റ്റ് നിങ്ങളോട് സംസാരിച്ച് എൻ്റെ വിഷമങ്ങൾ പോകാൻ വേണ്ടിയിട്ട വീഡിയോകളുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ഓരോ പാഠങ്ങൾ ചിലപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കുറേ കാര്യങ്ങളാകട്ടെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കും. കാണാത്തവരൊന്ന് കണ്ടു നോക്കും. അപ്പോൾ എനിക്ക് ഇന്ന് സന്തോഷമുള്ള ദിവസം. പിന്നെ ഞാൻ പഠിച്ചത് ഫാഷൻ ഡിസൈനിങ്ങും ബ്യൂട്ടീഷ്യൻ കോഴ്സുമാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോകൾ ഇടുന്നുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതിന് വേണ്ടി മാത്രം ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കൂജൂസ് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറഞ്ഞ വിലക്കൊക്കെ നമുക്കിപ്പോൾ ഒന്ന് കിട്ടുന്നുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം എന്നാലും നമ്മളും ചെയ്തു നോക്കാമെന്ന് വിചാരിച്ച് തുടങ്ങണേന്. അപ്പോൾ അതും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിൽ നമ്മൾ തയ്ക്കുന്ന വീഡിയോകളും ഡിസൈൻ ചെയ്യുന്ന രീതികളൊക്കെ ഇടും. അപ്പോൾ ആ ഡ്രസ്സും കോസ്റ്റ്യൂമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റിയൊരു സാധനം ഇന്ന് ഒരാളെനിക്ക് ഗിഫ്റ്റ് ചെയ്തു. അതൊന്നും നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. നമുക്ക് ആമസോണിൽ നിന്നാണ് അവരത് ബുക്ക് ചെയ്ത് തന്നത് കേട്ടോ. ആമസോണിൽ നിന്നായിരുന്നു.
അപ്പം ഞാനത് പൊട്ടിച്ചേട്ടോ, ഞാൻ റീലെടുക്കാൻ വേണ്ടി അപ്പം തന്നെ പൊട്ടിച്ച് വേഗം പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറി വന്നേട്ടോ. വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ബാതിരി കൂതറായിട്ട് നിൽക്കുള്ളൂ. ഞാൻ ഒരു വീഡിയോ എടുക്കണമല്ലോ അതോർത്ത് ഓടിപ്പോയി വേറെ ഒരു ഡ്രസ്സ് ഇട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് എനിക്ക് ഇന്ന് അവർ ഗിഫ്റ്റ് ചെയ്തത് കേട്ടോ. എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇത്. ഒന്നാമത്തെ നമുക്ക് പൊക്കില്ല ഗൈസ്. ആ ഫ്രണ്ട് ഹീലുണ്ട്, നല്ല ഗ്രിപ്പ് ഉണ്ട് കണ്ടോ. പിന്നെ നല്ല ഒരു സംഭവമാണ്. എനിക്കപ്പോൾ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തന്നെയാണ് അതിൻ്റെ മോഡലായിട്ട് വരാൻ പോണത്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സുകൾ നിങ്ങളെ കാണിക്കുമ്പോൾ എനിക്ക് ഇടാൻ പറ്റിയൊരു സംഭവം കിട്ടിയപ്പോൾ ഞാൻ സന്തോഷമായിട്ട് അതൊന്ന് നിങ്ങളെ കൂടി കാണിക്കാൻ വന്നതാണ്. ഒപ്പം എനിക്കിത് അയച്ചു തന്ന ആ വ്യക്തി പേര് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേര് പറയണല്ല. പക്ഷേ എനിക്ക് മുന്നേ മതിയായിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് തന്നായിരുന്നു. വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഇവർ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ റീലൊക്കെ ചെയ്യുമ്പോൾ മോഹൻലാൽ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് മോഹൻലാൽ ആവാൻ നേരത്ത് കൂളിംഗ് ഗ്ലാസിൻ്റെ ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് തന്നൊരു കൂളിംഗ് ഗ്ലാസ് ആണ് കേട്ടോ ഇത്. അയ്യോ, എനിക്കിത് വെച്ചിട്ടൊന്നും കാണുന്നത് നല്ല ഇരുട്ടാണ്. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ മോഹൻലാലൊക്കെ ആകുമ്പോൾ മീശയൊക്കെ പിരിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഡയലോഗൊക്കെ പറയുമ്പോൾ നമുക്ക് വരേണ്ട ആവശ്യമായിരുന്നു കഴിച്ച്. അപ്പോൾ ഇതും എനിക്ക് മുമ്പ് അയച്ചു തന്നിട്ട് ഞാൻ 1-2 റീലിൽ ഞാനിത് വെച്ചിട്ടുണ്ട്. മോഹൻലാൽ വീഡിയോ, എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഒരു പെണ്ണ് ആകുമ്പം അതിൻ്റെ ഒരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ. എന്നാലും ഞാൻ എൻ്റെ ഈ മൂക്കും കണ്ണൊക്കെ വെച്ചിട്ട് മോഹൻലാലിനെ ചെയ്യാൻ ഒരു ഐബ്രോ പെൻസിൽ മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ മേക്കപ്പൊക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഗൈസ്, ഇങ്ങനെ നല്ലവരൊക്കെ ഈ ലോകത്തുണ്ട്. നമുക്ക് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് അവർ കേട്ടോ. നമുക്ക് നല്ലൊരു ക്യാമറ ഉണ്ടായിരുന്നില്ല, അതായത് നമുക്കൊരു മൊബൈലിലാണ് നമ്മളിപ്പോഴും വീഡിയോ എടുക്കണം. നമുക്കൊരു മൊബൈൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മൊബൈൽ തന്നതും ഒരു ലാപ്ടോപ്പൊക്കെ തന്നതൊക്കെ ഇവരാണ്. പക്ഷേ ലാപ്ടോപ്പൊക്കെ ആ സമയത്ത് ഞാൻ പിള്ളേരെടുക്കുമെന്ന് വിചാരിച്ചിട്ടൊക്കെ എടുത്ത് സൂക്ഷിച്ചൊക്കെ വെക്കും. ഞാൻ അത് ഉപയോഗിക്കില്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പീരിയൻസ് അല്ലായിരുന്നു ആ സമയത്ത്. അതങ്ങനെ ഇരുന്ന് കംപ്ലയിൻ്റ് ആയിപ്പോയി ഗൈസ്. ഇനി അതെനിക്ക് ഒന്നില്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് കൊടുത്ത് പുതിയത് വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. നന്നാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കി എടുക്കണം. ഇനിയും വെച്ചിരുന്ന് പിന്നെ വേറൊരു സംഭവം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരാൾ തന്നെയാണ് എനിക്കിതെല്ലാം സ്പോൺസർ ചെയ്തത്. അപ്പോൾ ഇതെന്താണെന്നും കൂടിയും കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഇതും എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഇതും എനിക്ക് അതേ വ്യക്തി തന്നെ നമുക്ക് സ്പോൺസർ ചെയ്താണ് കേട്ടോ. നോക്ക് ഗൈസ്, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ടുള്ള ജിംബൽ. അപ്പോൾ ഇത് ജർക്കൊന്നും ഇല്ലാണ്ട് വ്ളോഗൊക്കെ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഇതെൻ്റെ മകൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ, എൻ്റെ ഇളയ മകൻ്റെ കസ്റ്റഡിയിലാണ്. എനിക്ക് പഠിപ്പിച്ചും തരൂല, എൻ്റെ ഫോണായിട്ട് അവൻ സെറ്റ് ചെയ്തും തരൂല. അവൻ്റെ ഫോണായിട്ട് സെറ്റ് ചെയ്ത് അവൻ ഉപയോഗിക്കും, അവൻ്റെ കൂട്ടുകാർക്കും അവനൊക്കെ വീഡിയോ എടുത്ത് കൊടുക്കും. ഇതിൻ്റെ ബാക്കി സംഭവം എനിക്കിതൊന്നും പഠിപ്പിച്ചും തരൂല, പറഞ്ഞും തരൂല, കാരണം ഞാൻ എടുത്തുകൊണ്ട് പോകില്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അത് നമ്മൾ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി കഴിയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനല്ലേ വളർത്തണം. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യണതിന് പകരം ഇതുണ്ടോ ഇത്രയും നല്ലൊരു സാധനം കിട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നും ഇടാണ്ട് പിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് വ്ളോഗ് ചെയ്യും ഗൈസ്. നമുക്ക് എവിടെയെങ്കിലും യാത്ര പോവാം, അപ്പോൾ യാത്ര വ്ളോഗ് ചെയ്യാം. എൻ്റെ വീഡിയോ എല്ലാം ഞാൻ ഇങ്ങനെ കെട്ട് കിടക്കണമായിരുന്നു. കുറേ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പം ആ ഡേറ്റിന് ഇടണ്ടേ, ആ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടിട്ട് എന്തിനാണ് എന്തൊരു ചൂടാണ്. ഒരു മിനിറ്റ് ഞാനൊന്ന് ഫാൻ ഇട്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഇട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. നമുക്കൊരു വീട്ടിലാണെങ്കിൽ 100,000 ജോലിയുണ്ട്, ഞാൻ തന്നെ ഉള്ളൂ എൻ്റെ മോനും. അപ്പോൾ അതുപോലത്തെ ജോലികളെല്ലാം ഉത്തരവാദിത്തങ്ങളും പിന്നെ നമ്മുടെ വർക്കുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. വീടാണെങ്കിൽ ഒരുമാതിരി കിടക്കാൻ ഒരു പ്രത്യേക ആംഗിളിൽ ഒന്ന് ക്യാമറ വെക്കാനൊന്നും പറ്റില്ല. ആകെക്കൂടെ ഒരുമാതിരിയാണ്, ഒന്നും അടക്കി പെറുക്കിയിട്ടില്ല. ഇപ്പൊക്കെ അതേ വാരി വലിച്ചിട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ മടിഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു നല്ല വ്ളോഗ് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് മലയാറ്റൂർ പോകണമെന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു 10-26 വർഷമായി ഗൈസ്. എൻ്റെ 21ാമത്തെ വയസ്സിലായിരുന്നു കല്യാണം. പക്ഷേ ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡ് മലയാറ്റൂർ കൊണ്ടുപോയിട്ടില്ല, കാണിച്ചിട്ടില്ല. വർഷം എത്രയായി? ഒരു മനുഷ്യൻ്റെ 1/4 നൂറ്റാണ്ടാ അങ്ങനെയൊക്കെ പറയൂലേ, അതൊക്കെ കഴിഞ്ഞ് നൂറ്റാണ്ടിൻ്റെ തന്നെയല്ലേ പറയണം. അതെ, ഇപ്പോൾ 25 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ പറയൂലേ ഓരോ ജൂബിലി ആഘോഷിക്കൂലേ ഇങ്ങനെ. അപ്പം 25 വർഷം 26 വർഷമായി. പക്ഷെ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് മലയാറ്റൂർ പോയിട്ടില്ല. അന്ന് എൻ്റെ മൂത്ത മക്കളായിട്ടും കൊണ്ടുപോയിട്ടില്ല. അവന്മാരിപ്പോൾ ഒരു 10-24 വയസ്സൊക്കെ ആയി. അവരും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുത്തൊന്നും മാറി താമസിക്കുന്നു 2 പേര്.
പിന്നെ ഉള്ളത് എൻ്റെ ഇളയ മോനാണ്. അതൊരു ചുങ്ങിയായിരുന്നു, ഒരു കിളിക്കുഞ്ഞിൻ്റെ പോലത്തെ സൗണ്ടൊക്കെ ആയിരുന്നു. ആളിപ്പോൾ പെട്ടെന്ന് പൊക്കം വെച്ച് ഇത്തിരി വലിയ ആളായി. നമ്മളന്ന് വണ്ടിയിലൊക്കെ പോകാൻ കൂട്ടൊക്കെ ഉണ്ട്. അപ്പം അവനാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ റോളും എൻ്റെ മൂത്ത മക്കളുടെ റോളും ഇളയ മക്കളുടെ റോളും എൻ്റെ ആങ്ങളുടെ റോളും എൻ്റെ അപ്പൻ്റെ റോളും എല്ലാം ഭാവമാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കണവൻ. അപ്പം ഇനി എന്നാലും ഇപ്പം അതിൻ്റെതായ ഒരു ചെറിയ ജാടയും കുറുമ്പൊക്കെ ഉണ്ട്. എന്നെ വഴിയിലൊക്കെ ഇട്ടുകൊണ്ട് പോകണക്ക് തോപ്പിക്കും നമ്മളാ. ദേ കിടക്കണം നിങ്ങളുടെ ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇട്ടുകൊണ്ട് പോകും. ഞാൻ ഒറ്റക്കൊക്കെ പോരേണ്ടി വരും ചിലപ്പോൾ എവിടെയെങ്കിലും പോയാലൊക്കെ. അവൻ്റെ വാശിക്കനുസരിച്ച് നമ്മൾ നിന്നില്ലെങ്കിൽ അവിടെ ഇട്ടുകൊണ്ട് വരും നമ്മളാ. എന്താണല്ലേ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴേ നമ്മൾ മക്കളുടെ പുറകെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥ. പക്ഷെ അവൻ പാവാണ് കേട്ടോ. അതിനെക്കൂടി പള്ളിയിൽ വരും എല്ലാ ദിവസവും മുടങ്ങാണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാൻ. എൻ്റെ കുറേ വർഷത്തെ കാത്തിരിപ്പാണ്. എന്നെ കൊണ്ടുപോകുമെന്നൊന്നും അറിഞ്ഞുകൂടാ. കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പോകും ഗൈസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൊണ്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മലയാറ്റൂർ പോകുമ്പോൾ എന്തായാലും ഒരു നല്ല വ്ളോഗ് വരും നിങ്ങൾക്ക്. ഈ വീഡിയോ കഴിയുമ്പോൾ അത് ഞാൻ ഇടുന്നുണ്ടാകുമോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ വീഡിയോ ചിലപ്പോൾ വരും. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് മലയാറ്റൂർ പോകാൻ. നമ്മൾക്ക് ആരെങ്കിലും ഒരാളെ കൂട്ട് കിട്ടിയാൽ നമ്മൾ പോവും മലയാറ്റൂർ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാം. പകലാണോ രാത്രിയാണോ പോകണമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പം അവിടുത്തെ അവസ്ഥകൾ. എനിക്ക് കനകമല കാണണമെന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പോയാൽ കനകമല ഉണ്ട് ഗൈസ്. നമ്മളിവിടെ വന്ന് വാടക താമസിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോണതിന് മുമ്പ് ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ട് തീർത്തില്ലെങ്കിൽ നഷ്ടമല്ലേ. ഏത് നാട്ടിലാട്ടോട് ഇനി പോണേന്നൊന്നും അറിയില്ല. എൻ്റെ മോൻ ഇവിടെ പഠിച്ചിരുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ താമസിച്ച്. ഇപ്പം അവൻ്റെ ഇവിടുത്തെ പഠിപ്പ് കഴിഞ്ഞ് ഇനി വേറെ സ്ഥലത്തേക്ക് പോകും നമ്മൾ. അപ്പോൾ അവിടുത്തെ വീഡിയോ ആയിട്ട് വരാം. അപ്പം ഇന്നത്തെ അൺബോക്സിങ് ഇതൊക്കെയാണ്. എനിക്കിന്ന് സന്തോഷമുള്ളൊരു ദിവസമാണ്. എനിക്കിങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ തരുമ്പോൾ ഞാൻ ആർക്കെങ്കിലുമൊക്കെ എനിക്ക് ഗിഫ്റ്റ് തരാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തന്നോട്ടാ. ഇനി ആർക്കെങ്കിലും ഈ കൂജി സ്റ്റാർ വേൾഡ് വീഡിയോ ഒക്കെ കണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹോളി കോളിഷ് വീഡിയോ ഒക്കെ കണ്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ തരണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ തരാം കേട്ടോ. അപ്പം എനിക്കിത് അയച്ചു തന്ന അവർക്ക് എൻ്റെ സബ്സ്ക്രൈബറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇനി ഇത് ഇട്ടിട്ട് കുറച്ച് പട്ടി ഷോക്ക് കാണിക്കൂട്ടോ ഞാൻ. നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബൂട്ടിൻ്റെ ആവശ്യം വരും. പിന്നെ നമുക്ക് ഹൈ ഹീൽ ഇടുമ്പോൾ ഹൈ ഹീൽ ഇടണം, ബൂട്ട് ഇടുമ്പോൾ ബൂട്ട് ഇടണം. അങ്ങനെ ഓരോ കോസ്റ്റ്യൂമിന് ഓരോ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള മോഡൽ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ച് ഞാൻ ഡിസൈൻ ചെയ്യും. നിങ്ങൾക്കും ഈസി സ്റ്റിച്ചിങ് ആണ്. നമ്മൾ ഒരു ഡിസൈനിങ് ബൊട്ടിക്ക് പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെഡ്ഡിങ് ഗൗണോ നല്ല മോഡേൺ ഡ്രസ്സുകളൊക്കെ വേണമെങ്കിൽ നമ്മളെ വിളിക്കുക. നമുക്ക് ആ ഒരു കൊറിയർ അയക്കാനുള്ളൊരു ടൈം വെച്ചിട്ട് വേണം വിളിക്കാൻ. അപ്പോൾ നമ്മളൊരു ചെറിയ രീതിയിൽ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ. വലിയ കൊറിയർ ചാർജ് ഒന്നും വരായിരിക്കില്ല എന്ന് വിചാരിക്കണേ. ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ ഹെയർ ഓയിലൊക്കെ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. മുടി കൊഴിച്ചിലും മുടി വളർച്ചയ്ക്കും താരം പോകാനും ഒക്കെ ഉള്ള മുടി നന്നായിട്ട് വളരുന്ന ഒരു ഓയിലാണ്. 40 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ കൂടി അതും ഞാൻ പറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഓയിൽ വേണ്ടവർ പറയുക, അത് നമ്മൾ അയച്ചു തരും. സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ളവർ ഏതെങ്കിലും എൻ്റെ ഡ്രസ്സുകളൊക്കെ കണ്ടിട്ട് അതുപോലെ വേണം എന്ന് തോന്നുന്നവർ നമ്മളെ വിളിക്കുക. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ഗിഫ്റ്റൊക്കെ അയക്കാനുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ ലൈഫിൽ. 10-26 വർഷം ഒരു ബാലികേറാമലയായിരുന്നു. 10-26 വർഷം ഒരു വലിയ മലകയറ്റമായിരുന്നു ഗൈസ്. ഇത്തിരി ഇല്ലാത്ത 3 മക്കളെ വളർത്തണം. കുഞ്ഞു 3 മക്കളെ നമ്മളുടെ കയ്യിൽ തന്നിട്ട് പോകുമ്പോൾ നമ്മൾ അവരെ വലിച്ചെറിഞ്ഞ് കളയുകയോ അല്ലെങ്കിൽ വേറൊരു ജീവിതം തേടി പോവുകയോ ചെയ്തില്ല. നമ്മളുടെ വേറൊരു ലൈഫ് തേടി പോവാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റാണ് എൻ്റെ ആയുസ്സും ആരോഗ്യവും. ഞാൻ എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം വേറൊരു കല്യാണം കഴിക്കാനോ വേറൊരു ജീവിതം തേടി പോകാനോ നിന്നില്ല. ഞാനിപ്പോൾ 14 കൊല്ലം മുമ്പ് ഡിവോഴ്സായി. പക്ഷേ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാശിയുടെ പുറത്ത് പോയി വേറെ കെട്ടാം, ഇല്ല എൻ്റെ സുഖം നോക്കി പോവാം. ഞാൻ എൻ്റെ മക്കളുടെ സുഖവും അവരുടെ സന്തോഷവും നോക്കിയാണ് ഒരു വീടെടുക്കുമ്പോൾ അവരുടെ കൂടെ ജീവിക്കും. ആ വീട് മാറാറാകുമ്പോൾ അടുത്ത വീട്ടിലോട്ട് പോകും. ഒരു വീട് മാറ്റത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അറിയുള്ളൂ. നമ്മൾ 26 വർഷമായി. എൻ്റെ 2000-ലായിരുന്നു കല്യാണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു എത്ര വർഷമായെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് 2ാമത്തെ വർഷം വാടക വീട്ടിലോട്ട് പോയതാണ്. അതൊക്കെ വേറെ സ്റ്റോറിയാണ് ഗൈസ്. അതൊക്കെ പറഞ്ഞ് നമ്മൾ ആരെയും മോശമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സത്യമാണ് ഗൈസ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് ഈ ചാനലിലൂടെ ഇടുന്ന വീഡിയോസ് എല്ലാം എനിക്ക് ദൈവം തന്നൊരു ബോണസാണ്. എൻ്റെ മക്കളെ വളർത്തിയിട്ട് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫ് അവർക്ക് വേണ്ടി കളയുമ്പോൾ ദൈവം എൻ്റെ ലൈഫ് ഒന്നുകൂടി നന്നാക്കിക്കൊണ്ട് വന്ന് ആരോഗ്യം തന്ന്. അന്ന് നമ്മളുടെ ഫീൽഡ് ബ്യൂട്ടീഷ്യൻ ഫീൽഡാണ്. നമ്മളെ ഒരു ബ്യൂട്ടി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയമില്ല. നമ്മളുടെ വീട്ടിലെ കുക്കിങ്ങും മക്കളുടെ കാര്യമൊക്കെ നോക്കി വരുമ്പം ഞാൻ മുടി തന്നെ നരച്ച് തുടങ്ങുമ്പോൾ ഞാൻ എണ്ണ ഇടുന്നത് തന്നെ ഒരു സമയത്താണ്.
എണ്ണ ഇട്ട് നീലാമ്പരിയൊക്കെ ഇട്ട് നമ്മുടെ മുടി കറുത്തിരിക്കും. പക്ഷെ നമുക്ക് അതിന് പോലും ഇട്ടിരിക്കാൻ സമയം കിട്ടണില്ല. പിന്നെ നമ്മുടെ ലൈഫ് ഇതുവരെ കൊണ്ടുവന്നത് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ദൈവത്തിനാണ്. അത് നമ്മൾ ആ ഒരു ദൈവ വിചാരത്തോടെ നമ്മൾ വർഷങ്ങളായിട്ട് കുർബാനക്കൊക്കെ പോയി മുടങ്ങാണ്ട് പള്ളിയിലൊക്കെ പോയി, അതാണ് ഒരു സന്തോഷവും നമുക്ക് തരുന്നത്, സമാധാനം തരുന്നതും. പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി നമ്മൾ ഇവിടം വരെ എത്താൻ. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ വണ്ടിയാണെങ്കിൽ പോലും എനിക്കൊരു ചെറിയ ഓൾട്ടോ ഉണ്ട്, അതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അതും ഒരു പള്ളിയിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പിള്ളേരൊക്കെ വളർത്താൻ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ മൂത്ത മകൻ ഇത്തിരി അസുഖങ്ങളൊക്കെ ആയിട്ട് ജനിച്ചവനാണ്. ഇപ്പോൾ ദൈവം സഹായിച്ചവന് വലിയ കുഴപ്പമില്ല. രണ്ടാമത്തവനാണെങ്കിലും മൂന്നാമത്തവനാണെങ്കിലും ഉണ്ടായപ്പോൾ നീ 3 മക്കളുമായിട്ട് ഞാൻ ചെറുതിലെ ഒറ്റക്ക് അവരാ ചെറിയ വയസ്സിലേ ഞാൻ കൊണ്ടു നടക്കുമ്പോൾ 2 വീലറിലൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങനെ പോകണ വഴിക്കൊക്കെ പല പ്രാവശ്യം വീഴാനൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് താങ്ങാൻ പറ്റില്ല, 3 പിള്ളേരും വണ്ടിയും കൂടി. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, നിങ്ങളും പ്രാർത്ഥിച്ചോ ഗൈസ്. നിങ്ങൾക്ക് ഈ ആകാശത്തിലോട്ട് നോക്കിയിട്ട് ഒരു സത്യദൈവമുണ്ട്. നമ്മുടെ കഷ്ടതകളിൽ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നിരാശയായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് വന്നു ചേരും യാദൃശ്ചികം. പക്ഷേ നിരാശപ്പെടരുത്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു ഒരു 4 വീലർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിള്ളേരെയും കൊണ്ട് പോകാൻ. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പറയും, എൻ്റെ ബ്രദേഴ്സൊക്കെ പറയും, ഓ നീ ഇരുന്നിട്ട് കാല് നീട്ടുന്നൊക്കെ പറയും. എന്താ നമുക്ക് വണ്ടി ഓടിക്കാൻ പാടില്ല, അവർക്ക് മാത്രം ഓടിക്കാൻ പാടുള്ളൂ. അവർക്ക് ആ സമയത്ത് 2 പേർക്കും കാറൊക്കെ ഉണ്ട് കേട്ടോ, ബ്രദേഴ്സിന്. സിസ്റ്റേഴ്സിനൊന്നും വീട്ടിലില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ അവസ്ഥ കൊണ്ടാണ്. എനിക്ക് എൻ്റെ മക്കളെയും കൊണ്ട് ഒരു രാത്രി മരുന്നിന് പോകണമെങ്കിലും പരിചയമില്ലാത്ത നാട്ടിൽ ഒറ്റയ്ക്ക് ഓട്ടോ വിളിച്ച് കൊണ്ടുപോകണം. അപ്പം ഞാൻ ആഗ്രഹിച്ച് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എൻ്റെ മമ്മി എനിക്ക് ഇത് സാധിച്ചു തരാനൊക്കെ പോയി. പക്ഷേ എൻ്റെ മമ്മിക്കും അധികം ആയുസ് ഉണ്ടായില്ല. പുള്ളിയും പോയി, അപ്പനും പോയി, അമ്മയും പോയി, ഇപ്പം ഹസ്ബൻഡും ഇല്ല. അപ്പോൾ നമ്മൾ ആ അവസ്ഥയിൽ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ്. എൻ്റെ മക്കൾ ഇവിടം വരെ പഠിച്ചതും വളർന്നതും അവരുടെ ആയുസ്സും ആരോഗ്യവും ഇന്നിപ്പോൾ ഞാനും ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ദൈവം തന്ന ആരോഗ്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സമ്പൽ സമൃദ്ധിയിൽ കിടക്കണവരോ ഒരു പക്ഷേ കുറേ അസുഖങ്ങളും കാഴ്ചയിലും കുറേ വയസ്സായ പോലെയൊക്കെ ആയിപ്പോവും. പക്ഷെ ഞാൻ വിചാരിക്കും കുറേ നമുക്ക് പരിതാപങ്ങളും പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളൊരു ജീവിതമായിരുന്നു. പക്ഷെ ദൈവം നമ്മൾ ഓരോ ദിവസവും പുതിയതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ സന്തോഷങ്ങളും പുതിയ അനുഭവങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ സംഭവമാണ് ദൈവം എന്നുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അതൊക്കെ പറയാനാണ് ഞാൻ എൻ്റെ മറ്റൊരു ചാനലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ചാനലിൽ എൻ്റെ വീഡിയോ മുഴുവനും അങ്ങനെ ദൈവമായിട്ടുള്ളൊരു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് കാണുക. ഇനി തുടർന്ന് അതിനകത്ത് കുറേ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ വരും കേട്ടോ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളെ വഴി നടത്തിയ ദൈവം ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തന്നു എന്നുള്ളതൊക്കെ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതിപ്പോൾ എനിക്ക് ഇതൊക്കെ തന്ന ഒരു വ്യക്തി നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ തരുമ്പോൾ നമുക്ക് അവരോടൊരു നന്ദി ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എനിക്കിപ്പോൾ ഈ ജിമ്പലൊക്കെ എനിക്ക് ഇതൊക്കെ തന്നത് എനിക്ക് കുറേ മുമ്പാണ് കേട്ടോ, അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ പേരൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു കാര്യം കൂടി അവരെനിക്ക് തന്നു, ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ലാപ്ടോപ്പ് തന്നു. പക്ഷെ അത് കംപ്ലൈൻ്റ് ആയിപ്പോയി, ഞാൻ ഉപയോഗിക്കാതിരുന്ന് ഞാൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞാണ്. ഇതുണ്ടോ, ഈ ലാപ്ടോപ്പ് എനിക്ക് അവർ തന്നാണ് ഗൈസ്. ഈ ഫോൺ വിവോ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോൺ, ഇതെല്ലാം അവരുടെ ഗിഫ്റ്റാണ്. നമ്മളൊന്ന് രക്ഷപ്പെട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും ആൾക്കാർ. പക്ഷേ നമ്മുടെ ഒരു വീഡിയോ, ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ വരുമ്പോൾ നമ്മളുടെ സ്വന്തം ആയിക്കോട്ടെ, നമ്മുടെ പരിചയത്തിലായിക്കോട്ടെ, നമ്മുടെ ഒരു ഉയർച്ച കണ്ട് സന്തോഷിക്കുന്നവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. സത്യത്തിൽ ഒരു കുഞ്ഞ് ഒരു വേദന, അതായത് നമ്മളിങ്ങനെ ആകുമ്പോൾ ഒരു കുഞ്ഞു കുശുമ്പ്, സത്യത്തിൽ അതാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് വരാനൊരു മടിയാണ്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലൊരു വസ്തു കൂടുതൽ വാങ്ങിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ, ഞാൻ മിക്ക സാധനങ്ങളും എൻ്റെ വീട്ടിലേക്ക് വാങ്ങിയത് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു വീടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളപ്പോൾ വാടകയ്ക്ക് മാറുമ്പോൾ ഒന്നേന്ന് തുടങ്ങി എല്ലാം വേണം, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരും എന്നെ മുമ്പ് അറിയാവുന്നവർ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അറിയാം, നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിൽ ഓരോ സാധനങ്ങളും വാങ്ങും വീട്ടിലേക്ക്. വാങ്ങി ഈ കണ്ട കാലം വരെയും. അന്ന് എനിക്ക് ഷോപ്പുണ്ട്, ഞാൻ നടത്തുന്നുണ്ട്, ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയം തുടങ്ങി നമ്മൾ ഇങ്ങനെ ഓരോന്ന് വാങ്ങി കൂട്ടും. ഇപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഓരോ സാധനങ്ങൾ കാണുമ്പോൾ എല്ലാവരും അതുണ്ടാവും നിൻ്റെ വീട്ടിൽ, ഇതുണ്ടാവും നിൻ്റെ വീട്ടിൽ, ഇങ്ങനെ ഒരു വിചാരത്തോടെ വരുന്നവർ സത്യത്തിൽ നമ്മുടെ വീട്ടിൽ വരാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ സന്തോഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടതയിൽ സങ്കടപ്പെടുക, അല്ലെങ്കിൽ നിനക്കുണ്ടോ, നീ ഭക്ഷണം കഴിക്കണ്ടോ, വാടക കൊടുത്തോ, അങ്ങനെ ചോദിക്കാം. അതൊന്നുമില്ല. പക്ഷെ നമ്മൾക്കൊരു നേട്ടം വരുമോ, നമ്മളൊരു കടയിടുവോ, നമുക്ക് എന്തെങ്കിലും ഒന്ന് കൈവരിക്കുകയോ ചെയ്ത് അപ്പം അതിനെക്കുറിച്ച് ഭയങ്കര കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയും
നമ്മൾക്ക് അത് കിട്ടിയതിനകത്തുള്ളൊരു അസൂയൊക്കെയാണല്ലോ അത്. അങ്ങനെയെങ്കിലും നമ്മുടെ ഒരു വീഴ്ച പതനം നമ്മളൊന്ന് നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും വീഡിയോയിൽ പറയണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളല്ല. പക്ഷേ ആ വ്യക്തിനെ ഓർത്ത് ഞാൻ ഈ വീഡിയോ ഇടുകയാണ്. നമ്മൾക്ക് ജീവിതത്തിൽ വഴി നടത്താൻ നമ്മുടെ കൂടെ ആളില്ലെങ്കിലും നമ്മൾ ദൈവം സഹായിക്കുന്നത് മറ്റോരോ വ്യക്തികളിലൂടെയാണ്. അപ്പം ഞാൻ സൂരജ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ്റെ വീഡിയോ കാണാറുണ്ട്. അവന് കിട്ടുന്ന പൈസയും വരുമാനവും അവനിങ്ങനെ കറക്റ്റ് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് അവരാ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എത്തിക്കണം കാണുമ്പോൾ സത്യത്തിൽ അതൊക്കെ തന്നെയാണ് ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ. എനിക്കത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഗൈസ്. എൻ്റെ യൂട്യൂബ് വരുമാനമൊക്കെ വന്നു കഴിയുമ്പോൾ ഞാനും അതുപോലെ ഒരുപാട് പേരെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് അർഹതപ്പെട്ട വേദനിക്കുന്ന ആളുകളിലേക്ക് ഞാൻ എത്തിക്കും എന്നുള്ളത് ഉറപ്പാണത്. ഞാൻ അങ്ങനെ എത്തിച്ചിരിക്കും. കാരണം ഞാൻ തന്നെ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലുമൊക്കെ നല്ല മനസ്സുകൊണ്ടാണ്. പിന്നെ നമ്മുടെ അപ്പനും അമ്മയും ചെയ്ത സുഹൃതം. എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ രണ്ടുപേരും അപ്പനും അത് അമ്മയും അത് ഭയങ്കര സഹകരണമായിരുന്നു. അവർ തമ്മിൽ അവരുടെ ആ ഒരു സംസാരമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ചെറുതിലേ നമുക്കറിയാം തമ്മിൽ അവർ എന്ത് പറഞ്ഞാലും ഒരു എതിർപ്പില്ല. ഒരാൾ പറയണം മറ്റുള്ള ആൾ അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു പേടിയില്ല. ഞാനിത് ചെയ്താൽ പുള്ളി വൈകുന്നേരം എന്നെ പിണങ്ങോ. എൻ്റെ മമ്മിക്ക് അങ്ങനെ ഒരു പേടിയില്ല, ഡാഡിക്കും ഇല്ല. അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അപ്പം ഒരു ദിവസം എൻ്റെ ഡാഡി ചെറുതില്ല, ഞാനൊക്കെ ഒന്നും ജനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ചേച്ചിമാരൊക്കെ ഉള്ള സമയത്ത് ഒരു പയ്യനെ നമ്മുടെ വീട്ടിൽ ഒരു അനാഥ കുട്ടീനെ കൊണ്ടുവന്ന് വളർത്തി. അവൻ 15 വയസ്സ് വരെയൊക്കെ വളർന്ന് ജോലി എന്തോ പഠിപ്പിച്ച് പിന്നെ അവൻ അവൻ്റെതായ രീതിയിൽ സ്വതന്ത്രമായി പോയി. എന്നാലും അങ്ങനെ ഒരു കുറച്ച് നാൾ കൊണ്ടുവന്നു. രണ്ടാമത് എൻ്റെ മമ്മി, അത് ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് കേട്ടോ. ഒരു വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ മമ്മി ഒരു പയ്യൻ നല്ല അടിപൊളി ചിക്കൻ വീട്ടിൽ ഇരിക്കണ ചായ കുടിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു അത് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ പറഞ്ഞു അതേ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാണ്. അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അവനോട് എങ്ങാടെങ്കിലും പോയിക്കോ. അപ്പോൾ അവർക്ക് ജീവിച്ചാൽ മരിച്ചോ ഒന്നും അറിയണ്ട, അതുപോലെ അവനെ ഇറക്കി വിട്ട്. അത് പക്ഷേ വല്ലവരൊക്കെ ഇങ്ങനെ പിള്ളേരെ പിടുത്തക്കാർ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ കിഡ്നി കരളൊക്കെ എടുക്കൂലേ. എൻ്റെ മമ്മിക്കാണെങ്കിൽ ഒരു ശുദ്ധ മനസ്സാണ്. അപ്പോൾ മമ്മി പുള്ളിയുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് വളർത്താൻ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളൊരു പടിയൊക്കെ പഠിപ്പിച്ച് കുറച്ച് നാളിങ്ങനെയൊക്കെ നടന്നപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ പിണങ്ങും. 3 പെൺമക്കളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ, കെട്ടിച്ചിട്ടില്ല ചേച്ചിമാരൊന്നും, ഞാനും ഉണ്ട്. അപ്പം ഞാൻ പ്രീ ഡിഗ്രി ആകുമ്പോൾ മൂത്തവരൊക്കെ കെട്ടുപ്രായമായി. അപ്പോൾ ആ സമയത്ത് പിന്നെ പുള്ളീനെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് പഠിപ്പിച്ച് അവൻ്റെ അമ്മനെ തേടി കൊണ്ടുവരാൻ പറഞ്ഞ് അമ്മനെയും കൂട്ടി അവനൊരു രാത്രി വന്ന് ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എന്നും ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട്, മുടങ്ങില്ല. ഒരു പ്രാർത്ഥനയുടെ സമയത്ത് ഈ അമ്മയും മോനും കൂടി കയറി വന്ന് പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവന് ചെറിയ മാനസികമായ പ്രശ്നമുള്ളവനാണ്, അമ്മനെ ഉപദ്രവിക്കുമായിരുന്നു, അതാണ് ഇറക്കി വിട്ടിരുന്നത്. നമ്മൾ ധൈര്യത്തോടെ നമ്മുടെ വീട്ടിൽ നിർത്തി വളർത്തി. ദൈവം സഹായിച്ച് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. അവനൊക്കെ ഈ വീഡിയോ കാണണ്ടാവുന്നാവോ. പക്ഷേ അവനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ബ്യൂട്ടീഷ്യനാണല്ലോ. അവൻ്റെ മമ്മി ചേച്ചിയൊക്കെ ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ വർക്കൊക്കെ വരുമ്പോൾ ത്രെഡൊക്കെ ചെയ്യുമ്പോൾ പുരിയൊക്കെ പറിക്കണൊക്കെ അവൻ കണ്ടിട്ടുണ്ട്. രണ്ടാമത് അമ്മനെയും കൂട്ടി വരുമ്പോൾ അവൻ ഞങ്ങൾ നോക്കുമ്പോൾ പുരിയൊക്കെ ഷേവ് ചെയ്ത് വെച്ചേക്കള് എന്നിട്ട് വന്നേക്കണം. എന്നിട്ട് അവൻ്റെ ഒരു പ്രത്യേക മൈൻഡുള്ള കൊച്ചി. പക്ഷേ അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ അമ്മ നമ്മുടെ സമൂഹത്തിലൊരു പുരോഗമനത്തിന് വേണ്ടി ഒരു വഴി വരണമെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ലോണൊക്കെ എടുത്തിട്ട് ഈ പാവങ്ങൾക്ക് പശുവിനൊക്കെ അന്ന് ലോണൊക്കെ കൊടുക്കും, സബ്സിഡിയൊക്കെ ഉള്ള ലോൺ. അപ്പം അതിനൊക്കെ ഇങ്ങനെ സമാജം വഴി അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ മമ്മി അതിനൊക്കെ കുറേ മുന്നിലൊക്കെ നിൽക്കുമായിരുന്നു, കുറേ പേരെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം ആ അപ്പൻ്റെ അമ്മയുടെയൊക്കെ ഒരു പുണ്യം, ആ ഒരു സുഹൃതാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കണമെങ്കിലും എൻ്റെ ലൈഫിൽ എനിക്ക് ഏതെങ്കിലും വഴിക്കൊക്കെ ഓരോ ഹെൽപ്പുകൾ കിട്ടണമെന്ന് ഞാൻ വിചാരിക്കും. തളർന്നു പോണ സമയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് വീണ്ടും ഒരു വെളിച്ചം മുമ്പിൽ കാണുന്നത് ആ പ്രാർത്ഥനയുടെ ഒരു ജീവിതം. നമുക്ക് കുറച്ച് നാൾ നമ്മൾ ഡിവൈനിൽ ഒരു 10-16 വയസ്സുള്ളപ്പോൾ ഞാൻ ഡിവൈനിൽ പരീക്ഷിക്കാൻ പോയതാണ് ഗൈസ്. ദൈവത്തിന് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ആഗ്രഹമുണ്ട് അവിടെ എന്താണ് നടക്കണേന്നറിയാം. അങ്ങനെ ഞാൻ പോയതാണ്. പക്ഷേ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഞാൻ ശരിക്കും എൻ്റെ ബോഡിയിൽ അനുഭവിച്ച് ലൈവായിട്ട് കാണാനും കേൾക്കാനും സംസാരിക്കാനും ദൈവം എഴുതി കാണിച്ചു തരാനും ഒക്കെ ഉള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായി. അതിന്നും ഉണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിനെ എന്നെ പിടിച്ച് നിർത്തുന്ന നയിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ വീഴാതെ എന്നെ കൊണ്ടുപോകുന്നത് സത്യത്തിൽ ആ അനുഭവങ്ങളാണ്. അപ്പോൾ നിങ്ങളും ഈ ലൈഫിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിനെ അറിയണമെന്നും ആഗ്രഹിച്ച ഉറപ്പായിട്ട് നിങ്ങൾ ആ ദൈവത്തിനെ കണ്ടുമുട്ടും. ആ പവർ അറിയും. സൂപ്പർ നാച്ചുറൽ പവർ. നമുക്കൊരു അമാനുഷികത എന്നൊക്കെ പറയൂലേ നമ്മൾ, മറ്റേ ഇതൊക്കെ കാണൂലേ പണ്ടൊക്കെ പഠിക്കുമ്പോൾ പള്ളിയിൽ കാറ്റഗിസമൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച സൺഡേ സ്കൂൾ കഴിഞ്ഞ് ഓടി വരുമ്പോൾ പള്ളിയിൽ തന്നെ ഒരു TV വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ സ്പൈഡർമാൻ്റെ ഒക്കെ ഉള്ള കാലം, പിന്നെ പറക്കുന്നളിയൊക്കെ കാണും. നിങ്ങളങ്ങനെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അതൊക്കെ കാണാൻ വേണ്ടി ഓടി വരും. അപ്പോൾ ആ സമയത്ത് കാണുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവറല്ലേ അവർ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു അമാനുഷികത എല്ലാം ചെയ്യണ്.
അവർക്ക് സാധിക്കണം എന്ന പോലെ തന്നെയാണ് ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് തരുന്ന കഴിവുകൾ അത് നമുക്ക് വേണ്ടിയല്ല എന്ന് മാത്രം, ഈ സൊസൈറ്റിക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ സൂപ്പർ നാച്ചുറൽ പവർ തരാൻ കഴിവുള്ളതാണ് ഹോളി സ്പിരിറ്റ്. ആ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വന്നാൽ എത്ര പ്രയാസങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ഒരു ആത്മീയ സന്തോഷം വരും. അത് ഈ ലോകം തരാത്ത സന്തോഷമാണ്. പിന്നെ നമുക്ക് ഭൗതികമായിട്ട് ഒന്നിനെക്കുറിച്ചും ചോദിക്കുകയോ മേടിക്കുകയോ അന്വേഷിക്കുകയോ വേണ്ട. നമ്മുടെ ആവശ്യ സമയത്തെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. അതൊക്കെ ഈ ഹോളി സ്പിരിറ്റ് നിറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. പുറകോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു അപ്പനോ അമ്മയോ ഒരു ഹസ്ബൻഡോ വളർത്തുന്ന ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ സന്തോഷമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഈ ലൈഫിൽ ഇത്രയും വരെ. എൻ്റെ 14 വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഡിവോഴ്സ് ആയെങ്കിലും എൻ്റെ അപ്പനും അമ്മയും മരിച്ചിട്ട് ഇന്നൊരു 5 വർഷമായി. പക്ഷെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ദൈവം ഓരോരുത്തരെ കരുതും. ഓരോരുത്തർക്കും നമ്മളോട് തോന്നുന്ന ആ സ്നേഹവും കരുണയും നമ്മൾ ഇതുവരെ നടത്തി. ഇതുപോലെ തന്നെ മുമ്പോട്ടും പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അവരെയൊക്കെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളത്, എനിക്ക് ഒരു പാലാരിവട്ടം ടൗണിൽ ഒരു ഷോപ്പ് ഇടാൻ നമുക്കൊരു അവസരം ഉണ്ടായിരുന്നു. ടൗണിൽ പറവൂരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പാലാരിവട്ടത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഫാമിലി ഉണ്ട്. അവർക്കൊക്കെയും അതിൻ്റെതായ ഓരോ സ്ട്രഗിളിൽ നിന്നുകൊണ്ടാണ് അവർ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല മനസ്സോടെ നല്ല ഉദ്ദേശത്തോടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും, ചിലപ്പോൾ ഈ തലമുറയിലായിരിക്കില്ല അടുത്ത തലമുറയിലായിരിക്കും, അത് ഉറപ്പായിട്ടും പലിശ സഹിതം തിരിച്ച് ദൈവം കൊടുക്കും. കാരണം നമ്മൾ സഹായിക്കാൻ നമുക്ക് തിരിച്ച് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് അല്ല ഒരാളെ സഹായിക്കേണ്ടത്. അതേപോലെ തിരിച്ച് തരാൻ സാധ്യത ഉള്ള ഒരാൾക്ക് കൊടുത്താലല്ലേ അത് തിരിച്ച് തരുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല, നമ്മൾ ഒരിക്കലും നമുക്ക് അവർക്ക് തിരിച്ചു തരാൻ പറ്റൂല. അത്രയ്ക്കും മോശം അവസ്ഥയിലാണ് അവരെന്ന് കണ്ടിട്ടും അവരെ സഹായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തരുന്നത് ദൈവമായിരിക്കും. പലിശ അടക്കം 100 മടങ്ങായിട്ട് തിരിച്ചു തരും, അത് ഉറപ്പാണ്. എൻ്റെ ലൈഫിൽ എന്നെ സഹായിച്ചിട്ടുള്ളവരൊക്കെ ഞാൻ അതുപോലെ ദൈവത്തിന് കൊടുത്ത് ഇപ്പോഴും എനിക്ക് ഈ ഗിഫ്റ്റുകൾ തന്നവരെയും ഇനിയും എനിക്ക് തരാനിരിക്കുന്നവരെയും ഞാൻ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ഒരുപാട് നന്ദി അവർക്ക് വീണ്ടും ഞാൻ പറയുകയാണ്. ഒപ്പം ദൈവാനുഗ്രഹങ്ങളും നേരെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിങ്ങനെ യൂട്യൂബിൽ കിടക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച്, കാരണം നന്മകൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. കാരണം ജീവിതത്തിൽ വളർന്നു വരാൻ ചിലപ്പോൾ കുറേ കഴിവുകളുണ്ടാവും, അവരൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു കഴിവുള്ള പൂച്ചനെ കണ്ടെത്തി വളർത്താൻ അവൻ്റെ അമ്മയല്ലാതെ ചിലപ്പോൾ ആരും ശ്രമിക്കില്ല. പക്ഷെ അങ്ങനെയല്ല, ഈ ലോകത്തും ദൈവത്തെ അറിയുന്ന ഒത്തിരി മനുഷ്യരുണ്ടെന്നും അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലൂടെയാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ദൈവം ഒരുപാട് ദീർഘായുസ്സും ശരീരാരോഗ്യവും മനസ്സുഖവും സമാധാനമൊക്കെ കൊടുക്കട്ടെ. ദീർഘായുസ് ഞാൻ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയം എന്നെ കണ്ട നിങ്ങൾക്കും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ഈ ജിമ്പലൊക്കെ വെച്ചിട്ട് ഇനി നമ്മുടെ വ്ളോഗായിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യൂലേ? എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൊടുക്കണം, ഓൾ സെലക്ട് ചെയ്യണം, കമൻറ്റും ഷെയറൊക്കെ ഇടണം. തളർത്തുന്ന കമൻറ്റുകളാവരുത്, ഒരാളെ വളർത്തുന്ന കമൻറ്റുകളാവുക. നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ അങ്ങനെ നല്ലൊരു കമൻറ്റ് തരുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പോൾ നമുക്കിത് ഇനി പാകമാണോ നോക്കണ്ടേ? നമുക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ അളവൊന്നും അവർക്ക് അറിയാണ്ടും വാങ്ങി തരുമ്പോൾ ചിലപ്പോൾ എനിക്ക് പാകം ആവില്ലെങ്കിലോ എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഗൈസ്, എനിക്കിത് കറക്റ്റാണ് ഗൈസ്, സൂപ്പർ. ഇതിൽ നോ റിട്ടേൺ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ആമസോണിൽ നിന്നാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർ തിരിച്ചെടുക്കില്ല. അപ്പോൾ സൈസൊക്കെ നിങ്ങൾ കറക്റ്റൊക്കെ പറയേണ്ടി വരും. അപ്പം എൻ്റെ കറക്റ്റ് സൈസിന് വേറൊരാൾ നമുക്കിപ്പോൾ ഗിഫ്റ്റ് തരുമ്പോൾ നമുക്ക് കറക്റ്റ് സൈസ് ആവുമോ എന്നൊക്കെ നമുക്ക് ടെൻഷനായിരുന്നു. എന്താണെന്ന് കണ്ട സമയത്ത് ഒരു ടെൻഷൻ, സന്തോഷമുണ്ടായി. പക്ഷെ ഒപ്പം തന്നെ ഇത് നമുക്ക് പാകമാവോ, നമ്മുടെ സൈസ് അറിയാതെ അല്ലേ എന്നൊക്കെ ഒരു വിചാരം ഉണ്ടായി. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് പാകമായി ഗൈസ്. അപ്പം ഞാൻ ആ ഷൂ ഇട്ട് ഇനി നമുക്കതൊന്ന് കാണാം കേട്ടോ. എനിക്ക് കറക്റ്റാണ് ഗൈസ്. ഞാൻ വിചാരിച്ച എൻ്റെ വിരലുകളൊക്കെ ഇത്തിരി ടൈറ്റാവും, പാകമാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഷൂ ഇട്ട് നോക്കിയിട്ടോ. ഷൂ എനിക്ക് കറക്റ്റാണ്. പക്ഷെ എനിക്കത് കാണിച്ചു തരണമെങ്കിൽ ക്യാമറ ഇങ്ങോട്ട് താഴ്ത്തേണ്ടി വരും. നമുക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല ഗൈസ്. മോനോട് പറഞ്ഞാൽ അവൻ അവിടെ ഓരോ കാര്യങ്ങളായിട്ട് തിരക്കണ്ടേ.
ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കറക്റ്റ് സൈസാണ് കേട്ടോ. കാല് വേദന ഒന്നുമില്ല, കറക്റ്റ് അളവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഗ്രിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഷൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ അല്ല ഷൂട്ട് നോക്കിയിട്ടോ. നമുക്ക് കറക്റ്റ് സൈസാണ്. നമ്മുടെ സൈസിനൊക്കെ ഇത്രയും ഒരു ഗിഫ്റ്റായിട്ടൊരു സംഭവം അയക്കുമ്പോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ കാര്യമല്ലേ. കറക്റ്റാണ് സൈസൊക്കെ. അപ്പം നിങ്ങൾക്കും ഇത് ആമസോണിൽ കിട്ടും കേട്ടോ. ആ കവർ കണ്ടാണ് ഞാൻ പറയണത്. നല്ല സംഭവമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ടാറ്റ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമ്മുടെ ഒരു അൺബോക്സിങ് വീഡിയോ, ഒപ്പം നമ്മുടെ കുറേ ജീവിതാനുഭവങ്ങളും കൂടി നമ്മളങ്ങനെ ഇറക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.